ആ അമ്മ പിന്നെ ഇപ്പൊ ഞാൻ 10th ആയല്ലോ. ഇപ്പൊ ആൾക്കാര് കാണുമ്പോഴൊക്കെ ചോദിക്കുവേ ഈ മോന് 10th ഇനി എന്താ പ്ലാൻ എന്നൊക്കെ. ഇറിറ്റേഷൻ തോന്നും അങ്ങനെ ചോദിക്കുമ്പോൾ? ഇറിറ്റേഷൻ തോന്നത്തില്ല, പക്ഷെ എനിക്ക് അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. എനിക്ക് അവരെ ഒഫൻഡഡ് ആക്കണമെന്നില്ല, പക്ഷെ ഞാൻ എന്ത് പറയാനാ. ലൈക്ക് ഈ ഏജിൽ അല്ലെങ്കിൽ ഈ പ്രായത്തിൽ 10th-ലോ 12th-ലോ ഒക്കെ ഉള്ള കുട്ടികളോടൊക്കെ എല്ലാവരും അങ്ങനെ ചോദിക്കും. മോനത് ഇറിറ്റേഷൻ ആയിട്ട് തോന്നില്ല എന്നുള്ളത് തന്നെ വലിയ കാര്യം. ചില പിള്ളേർക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയി. എല്ലാവരും ചോദിക്കുന്നവരിപ്പം ഞാനും ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അതൊരു സ്നേഹത്തിന്റെ പുറത്ത് ചോദിക്കുന്നതല്ല, അല്ലാതെ അവരെ കുത്തി കുത്തി ചോദിക്കുന്നൊന്നല്ല. അങ്ങനെയുള്ളവരുണ്ടാവും കേട്ടോ. പക്ഷെ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പൊ മോൻ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്താണ് ചെയ്യേണ്ടത്. ഇപ്പൊ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് 11th ഏത് ഗ്രൂപ്പ് എടുക്കും, +2 എന്താ എടുക്കുക അല്ലേ. അത് നമ്മൾ സയൻസ് എടുക്കണോ അല്ലെങ്കിൽ സയൻസ് അല്ലേ എടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇട്ടിട്ടില്ല. നോക്കട്ടെ, മാർക്കൊക്കെ നോക്കിയിട്ട്, ശരിക്കും മാർക്കൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും അല്ലേ. നമുക്ക് അംബിഷൻസും ഡ്രീംസും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതുപോലെ തന്നെ വരണമെന്നൊന്നുമില്ല. മാർക്ക് എത്ര ബേസ്ഡ് ആണ്, എല്ലാ കാര്യവും മാർക്ക് ബേസ്ഡ് ആണ്. അപ്പം എക്സാം ഒക്കെ കഴിഞ്ഞ് ഒന്നും ആലോചിച്ചിട്ടില്ല ആൻറ്റി, അല്ലെങ്കിൽ ഞാനിപ്പോ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല, 10th എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്ന് വിചാരിക്കുന്നു എന്ന് വളരെ പൊളൈറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. മോൻ പറഞ്ഞ പോലെ അവരെ ഒഫൻഡഡ് ആക്കേണ്ട ആവശ്യമില്ല. അത് വളരെ നാച്ചുറൽ ആണ്. അതങ്ങനെയാണ്. കുറച്ച് വലുതാകുമ്പോൾ പെൺപിള്ളേരോട് ചോദിക്കത്തില്ലേ കല്യാണമൊന്നും ആയില്ലേ, ഏതാണ്ട് അതൊക്കെ തന്നെ. കുറച്ച് കഴിയുമ്പോൾ ജോലിയൊന്നും കിട്ടിയില്ലെന്ന് ചോദിക്കും. ശരിക്കും അതിപ്പോ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇറിറ്റേറ്റിംഗ് ടെൻഡൻസി കാണിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ എന്റെ പൊന്നുമോൻ ഇറിറ്റേറ്റഡ് ഒന്നും ആവണ്ട. ഓക്കെ.